ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന യോസേഫിന്റെ കാലത്ത് സഹിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് രക്ഷപ്പെട്ട് നാടാറിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ കേൾക്കലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിനോട് സ്വർഗീയവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയും. അവിടുന്ന് തന്നെ വേടത്തെ കണിയിൽ നിന്ന് മാരകമായ മഹാമാരിയിൽ രക്ഷിക്കും. തൻ്റെ തോലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിർത്തി അവനെ ലഭിക്കും. അവിടുത്തെ വിശ്വസ്ത നമുക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകർത്തുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. എത്തിച്ചംസിക്കുന്ന മഹാമാരിയെയും അടിച്ചുപിടുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് അടുത്തത് സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ കുറിപ്പാലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിന് നിന്റെ വാസം അർപ്പിച്ചു. നിനക്കൊരു തിന്മയും കുഴിക്കുകയില്ല, കൊലനടത്തവും നിന്റെ കൂടാതെ സമീപിക്കുകയില്ല. നിന്റെ പടികൾ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് അനുകൂലമാട് കൽപ്പിക്കും. നിന്റെ പാദം കലത്തല്ലാതിരിക്കാൻ അവൻ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും മണലുടെയും ഞാൻ ചേർത്ത് നടക്കും. ഈ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിനോട് ഒപ്പു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും ഒതുക്കപ്പെടുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷകനായവനെ കാണിച്ചു കൊടുക്കും. Everybody's world's in color except for mine. It sucks, cause everything's in black and white, and I can't say I'm numb inside, cause that just sounds so dark. It's hard, cause even as we're sitting here, I'm fighting off a constant fear, but no one sees that part. It's like I'm floating in a blacked out sky. You think you're okay, but then you're not. So I breathe. Am I gonna drown? You'll be fine. I say it out loud. I should let someone know. വിശ്വാസ
ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സംരക്ഷണത്തിൽ വസിക്കുന്നവനും സുരക്ഷിതനാണ് കഴിയുന്നവനും കർത്താവിന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയും. അവിടുന്ന് എന്നെ വീടിന്റെ കയ്യിൽ നിന്നും മാരകമായ മഹാമായും രക്ഷിക്കും. തന്റെ തൊഴിലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചെറുടെ കയ്യിൽ നിന്ന് അർപ്പിക്കും. അവിടുത്തെ വിശ്വസ്ത തന്റെ കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽപ്പറമ്പുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. സഞ്ചരിക്കുന്ന മഹാമാരിയെയും സൃഷ്ടിച്ചു വരുന്ന വ്യക്തിയെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് രണ്ടും സംഭവിക്കുകയില്ല. കഷ്ടന്മാരെ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസം അർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, രണ്ടോ നിന്റെ കൂടാണ്ട് സമീപിക്കുകയില്ല. നിന്റെ വഴിയിൽ തന്നെ കാത്തു പാലിക്കാൻ അവർ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ല് തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മണലുടെയും വഴി ചവിട്ടി നടക്കും. ഈ സിംഹത്തെയും സർപ്പന്റെയും ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമല്ല. അവന്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മോചിപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകാൻ ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. And I keep on forgetting. Ooh, you're here instead, and it seems never ending. Ooh, I know you changed. You don't feel the same. Ooh, you're in my head. You say it's all alright, but you're not. Who's up at night? You'll probably say we tried. This feels like all a lie. What you tend to try and hide. Your hold has got me tight. ഈ രണ്ട് മക്കളെ സഭയുടെ പ്രവർത്തകരായ വിവാഹ കുദാശിയിലൂടെ ഉന്നതിക്കുന്ന സുന്ദര നിമിഷമാണ് ഇത്. ഈ ഒരു ആത്മീയതയുടെ ഏറ്റവും വലിയ നിമിഷങ്ങളിൽ ഈ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ സന്തോഷം പങ്കിടുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും ധ്യാനിക്കുക. ആ സന്തോഷത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ മറക്കട്ടെ. സഭ എന്തുമാത്രം പ്രാധാന്യത്തിൽ കാണുന്നു എന്നുള്ളത് വ്യക്തമായ തെളിവാണ്. വിശുദ്ധ ഈ കുദാശ പ്രകടനം ചെയ്യപ്പെടുന്നത്. സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ബാലിയെ ആദ്യം സംബന്ധിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ കഴിയട്ടെ. കുർബാനയ്ക്കായിട്ട് പള്ളിക്ക് പുറത്തു നിന്നവർ ആരും പാടില്ല ഓർപ്പിക്കുകയാണ്. പൂർണ്ണമായി ഇത് സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാൻ പക്ഷേ പാലിഷയും പള്ളിയിടത്ത് ആരും പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആരും സൃഷ്ടിക്കരുത് ഓർപ്പിക്കും. നമ്മളെക്കാൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഗോവിച്ചാലും അറിയാത്ത സ്വഭാവങ്ങൾ എല്ലാം ഭംഗിയും ചെയ്തുകൊണ്ട് എനിക്ക് ഉറപ്പും. എല്ലാവരും പ്രാർത്ഥിക്കാം. Oh
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നമ്മൾ കുറിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങനെ മഹത്വത്തെയും ചെയ്യട്ടെ. എന്തുകൊണ്ടാലും സ്ഥലത്തിൻ്റെ നാഥൻ സൃഷ്ടാവുമായും പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകും. എന്നെ അനുഭവിക്കുന്നത് നമുക്ക് മാർഗമായിട്ടെ. പരിശുദ്ധനും സുതരകരപരവാനോർത്തനുമായ കാവ്യം അങ്ങയുടെ സ്വഭാവത്തെക്കുറിച്ച് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് തന്നെ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആവശ്യങ്ങൾക്ക് പകർത്തും സ്നേഹവും ശ്രദ്ധവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിന് നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിന് ഞങ്ങളുടെ കാരണത്താൽ കർത്താവിനെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരൻ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും
ഇപ്പോഴും എല്ലാ ജനങ്ങളുടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവപിതാവിന്റെ കൃപയായിരിക്കുകയും മിശിഹായുടെ ആദരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കർത്താവിനോട് കൂടെയായിരിക്കുകയും. എന്തെന്നാൽ വിശ്വാസികളുടെ ശിരസ്സായിരിക്കുന്നത് പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസ്സാണ്, ഈശോയുടെ ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാരെ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ വിശ്വാസഭയെ സ്നേഹിക്കുകയും അവളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുകയും. അത് ജനങ്ങളുടെ മാമോദിസ വഴി അവളെ ശുദ്ധീകരിച്ച് വചനത്തിൽ വിശദീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണ്ണമായ സഭയെ കരയോ ചെയ്യുക, അതുപോലെ മറ്റെന്തെങ്കിലും ഇല്ലാത്തവനായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധയെ കളങ്കരഹിതമാക്കാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരുവരെയും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യേക വിശുദ്ധ സഭയെ പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മൾ അവരുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാവുകയും ചെയ്യും. ഇത് ഒരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് വിശുദ്ധാരുടെ സഭയോട് ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പരിശുദ്ധ സുവിശേഷം ഈശോയെ പരീക്ഷയോട് കൊടുത്തു. ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്. അവനവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണെന്ന് കൽപ്പിച്ചത്. അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പുതിയ കാഠിന്യപ്പെട്ട ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സത്യരാജനെ ദൈവം അവരുടെ പുരുഷനെ സ്ത്രീയുമായി ശ്രദ്ധിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചെല്ലുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീടൊരിക്കലും അവർ അകന്ന ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കുർബാനയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന് വലിയ നന്ദി പറയുന്ന നിമിഷങ്ങളാണ്. കാരണം ഓരോ കുടുംബത്തിൻ്റെയും ജനനം സമൂഹത്തിൻ്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്കറിയാം. ഏതൊരു സമൂഹവും സമുദായവും നിലനിൽക്കുന്നതും മുന്നേറുന്നതും കുടുംബങ്ങളിലൂടെയാണ്. മറ്റുള്ള സമുദായങ്ങൾ വ്യത്യസ്തമായി സഭയിൽ വിവാഹം എന്നത് കുലാശയാണെങ്കിൽ അതിന് സഭ കൊടുക്കുന്ന ഒരു സ്ഥാനവും ദൈവത്തിൻ്റെ വലിയ ഇടപെടലിൻ്റെ ചിത്രവുമൊക്കെയാണ് അവിടെ ദൃശ്യമാകുന്നത്. ഏഴ് കുലാശകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുലാശകൾ തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യരുടെ ദൈവം നൽകുന്ന വിളിയോടുള്ള തത്വത്തിന് അതിനേറ്റെടുക്കുന്ന ജീവിതാദർശമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയെങ്കിൽ വിവാഹത്തിനായിട്ട് ഒരു സഭാപരമാണെന്നറിയുമ്പോൾ അവർക്ക് ദൈവം കൊടുത്ത വിളി തിരിച്ചറിയുന്നത് ആ വിളിക്ക് കൊടുക്കുന്ന പ്രതിഷ്ഠമായിട്ട് അതിനെ കാണുവാനായിട്ട് ഇന്ന്
നമ്മുടെ വീട്ടിലിരിക്കുന്ന ഈ രണ്ട് മക്കൾ രാഹുവും മറിയവും ദൈവം നൽകിയ തങ്ങളുടെ അറിവ് പഠിച്ചുകൊണ്ടെല്ലാം വെച്ചുകൊണ്ട് സഭയിലെ ഒരു കുടുംബമായി നേരിടാൻ തീരുമാനിച്ചപ്പോൾ അതിനാണ് ദൈവം എല്ലാവരുടെ വഴികളും ഇവർക്കായി കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. നാം ഇന്ന് വായിച്ചു കേട്ട ഭാഗം കണ്ടു വിവാഹ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബ വിവാഹ പ്രധാനം ചെയ്യുന്നതിനെ ലേഖനത്തിൽ പൗലോസിനോട് വളരെ വ്യക്തമായിട്ട് സഭയിൽ ക്രിസ്തു നമ്മളെ ബന്ധത്തോടുകൊണ്ടാണ് കാര്യത്തെ വിശദീകരിച്ച് തന്നിരിക്കുന്നത്. സഭ ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിക്കണം. കേൾക്കുവാൻ തന്നെ സഭ ഭർത്താക്കന്മാർ കാരണം ഇനി എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോഴും എനിക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ തൊട്ടടുത്ത ഭാര്യ അടുത്ത വാചകം അങ്ങോട്ട് പ്രവർത്തിക്കുന്നു. ക്രിസ്തു സഭയ്ക്ക് വേണ്ടി സ്വയം ബലിയായതുപോലെ സഭയെ ചേർത്തെടുക്കുവാനായിട്ട് പുരുഷ ബലിയായതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സ്വയം ബലിയാകാനായിട്ട് ഇങ്ങനെയുള്ള ആത്മാർത്ഥത്തിൻ്റെ ജീവിതമാണ് ഓരോ കുടുംബത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണ് ഓരോ കുടുംബം. അപ്പോഴാണ് കുടുംബജീവിതം ഇതൊന്നും ഏതെങ്കിലും തരത്തിൽ തിരിച്ചു വരിക്കാനുള്ളതാണ്. ആത്മാർത്ഥൂന്നിയ വലിയ സ്നേഹം അതാണ് കുടുംബജീവിതത്തെ മനോഹരം. നമുക്കറിയാം ക്രിസ്തു സഭയെ എടുത്തത് കുരിശിൽ സ്വയം യാതൊരുയായിട്ടില്ല. പാപത്തിന് വേണ്ടിയായ മനുഷ്യനെ പിതാവിനോട് സ്വയം ബലിയായി അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു വീണ്ടെടുത്ത് സഭയ്ക്ക് ആ സഭ നൂറ്റാണ്ടുകൾക്കെടുത്ത് ക്രിസ്തുവിനുള്ള വിശ്വസ്തതയിൽ ഏതെല്ലാം പീഡനങ്ങൾ മർദ്ദനങ്ങളേൽക്കേണ്ടി വന്നത് ആദ്യ നൂറ്റാണ്ട് മുതൽ ഇന്നും ആ വലിയ മർദ്ദനങ്ങളെ പീഡനങ്ങളെ നൽകുന്നത് ക്രിസ്തു വിശ്വാസത തള്ളിപ്പറയാൻ തന്നോട് ചേർന്നിട്ടാണ് കാരണം. ഈ ഒരു പരസ്പരമാചാരങ്ങൾക്ക് നാട്ടെ അപ്പോഴാണ് സുശേഷങ്ങൾ വായിച്ചിരിക്കുന്നത്. ദൈവമാണ് ഓരോ കുടുംബത്തെയും ഭാര്യ ഭർത്താവ് യോജിക്കുന്നത്. പണിദിനത്തിലെ ആനുകൂല്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരസ്യ പ്രമാണങ്ങൾ തോന്നിച്ചു മോശങ്ങൾക്ക് വിവാഹമോചനം നൽകിക്കൊണ്ടു. അത് നിങ്ങളുടെ ഹൃദയകാര്യങ്ങളാണ് യേശു ഉൾപ്പെടുത്തുന്നത്. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ദൈവപരിശുദ്ധയുമായി ബന്ധിപ്പിച്ചുവെങ്കിൽ ദൈവമാണ് യോജിപ്പിക്കുന്നതിനുള്ള വലിയ സത്യം മനസ്സിലാക്കി അതിന് ഉച്ചത്തിന് കൊടുക്കാൻ ജീവിതത്തോടെ മറുപടി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യരുടെ വൃത്താതിരിക്കും എന്നുള്ള ഓരോ പ്രാർത്ഥനകളും ഈ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത്തിൻ്റെ ചിന്തകൾ നമുക്ക് പങ്കുവെച്ച് തരികയാണ്. നമുക്കറിയാം നമ്മുടെ കാരണം ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ സഭയുടെ പാരമ്പര്യങ്ങളും ആത്മീയതയുള്ള നഷ്ടപ്പെടുത്തി ഭൗതികമായ സുഖത്തോഷങ്ങളുടെ വേദിയാക്കി മാത്രം കുടുംബത്തെ കാണുവാനായിട്ട് ശ്രമിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആവശ്യമാണ് നാം ഇന്ന് നിരവധിയായിട്ട് കാണുകയാണ്. അവിടെയെല്ലാം വലിയ തകർച്ചയുമാണ്. പരസ്പരമായി സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ പരസ്പരം ഉപയോഗിക്കുന്നതിനപ്പുറം ഉപയോഗിക്കുന്നതിനപ്പുറം പങ്കുവെപ്പിലൂടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നു. ഇന്ന് ഈ രണ്ട് മക്കൾ വിവാഹങ്ങളുടെ പ്രകാശയിലൂടെ പരിശുദ്ധമായ ഒരു കുടുംബത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വായിച്ച ഭാഗങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളില്ല ജീവിതത്തിൽ നിങ്ങൾക്ക് വെളിച്ചപ്പെടുത്തി ഇത് സ്ഥാപിക്കുവാനുള്ള ഓരോരുത്തർക്കും വലിയ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ തുടർന്നുള്ള ഇവർ ചെയ്യുന്നു. ദൈവത്തോട് ചേർന്ന് വിശ്വസത്തോടെ കൊണ്ടുപോകാനുള്ള ഒരു പ്രോത്സാഹനം നമുക്ക് കൊടുക്കണം. ഈ ദേവാലയത്തിൽ ദൈവം വരെ യോജിപ്പിക്കുമ്പോൾ ഓർക്കുക, സഭയിൽ വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേരും ഒരു ദൈവത്തിൽ ഒപ്പിടുന്നതിൽ തീരുന്നില്ല. ദൈവത്തോട് ചേർന്ന്
ദൈവം യോജിപ്പിക്കുമ്പോൾ 3 വ്യക്തികൾ തമ്മിലുള്ള ഒരു യോജിപ്പാണ്, എഗ്രിമെൻ്റാണ് നടക്കുന്നത്. ദൈവവും പുരുഷനും സ്ത്രീയും ഈ 3 എഗ്രിമെൻറ്റിൻ്റെ ഐക്യത്തിൽ എവിടെയെങ്കിലും വിള്ളൽ വന്നാൽ അത് കുടുംബത്തെ അടിസ്ഥാനമായിട്ട് ബാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവൈക്യത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. സഭയുടെ പരമ്പരാഗത പ്രാർത്ഥനയുണ്ട്, അതുപോലെ വ്യക്തികളുടെ പ്രാർത്ഥനയുണ്ട്. ദൈവത്തിൻ്റെ കടപിടിച്ച് ആദ്യമാതാപിതാക്കന്മാരെ പോലെ ജീവിതത്തിൽ വളരെ യാത്ര ചെയ്താൽ ജീവിതം വിജയിക്കും. അതിനിടയിൽ ആദ്യമാതാപിതാക്കന്മാർക്ക് സംഭവിച്ചതുപോലെ പിശാചിന്റെ ഇടപെടൽ വിട്ടുകൊടുത്താൽ അവിടെ വിള്ളലുകൾ സംഭവിക്കും. പരസ്പരമായി കുറ്റാകരമായി, പരസ്പരം പരിഹാരമായി അങ്ങനെയുള്ള ആളുകളുടെ തകർച്ചയും ഒന്നും ഉണ്ടാകാതെ ദൈവത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കരപിടിച്ച് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയട്ടെ. എല്ലാവരും ആശംസകളാണ്. കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ദിവസം തുടർന്ന് എല്ലാവരുടെ ദൈവനാമത്തെ സമർത്ഥമായി വിജയകരമായി അങ്ങനെ ശാസ്ത്രസമാധാനമായി അങ്ങനെ സ്നേഹിതരെ ഈ തക്കത്തെ പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ സ്വതന്ത്രമായ സമ്മതത്തോടുകൂടെ മറിയത്തെ എൻ്റെ ഭാര്യയായി നീ സ്വീകരിക്കുക. മറിയം മിശിഹായിയോ തിരുസഭ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ അബ്രാഹത്തെ എൻ്റെ ഭർത്താവായി നീ സ്വീകരിക്കുക. നിങ്ങൾ ഈ വിവാഹോടൊപ്പം സാധിക്കും. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടി അടയാളമായി പരസ്പരം വലിയ ശേഷം അബ്രാഹത്തിൻ്റെയും സഖാക്കിൻ്റെയും യാത്രകളുടെയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബവും നയിക്കുവാൻ നമ്മുടെ കർത്താവായ വിവാഹത്തിനെത്തിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നയിക്കും. കുരിശുമരണങ്ങളിൽ സമയത്തുവായ വിശ്വാസത്തിൽ സ്നേഹത്തിൻ്റെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണം. ഐക്യത്തിൻ്റെ ഉദീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വത്തിൽ എത്തിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന വിശ്വസിക്കുന്ന ശക്തി വരട്ടെ. ഇതുവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും അടയാളമായി ഇവർ പരസ്പരം ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മന്ത്രം വഴി ആശീർവദിക്കുന്നു. പൂർണ്ണമായ സ്നേഹം വഴി നിന്നെ ധരിക്കുവാനുള്ള പരിപാടി അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ വാർത്ത ആവശ്യമുള്ള സമയം മതത്തിൽ വസ്ത്രപ്പെട്ട കർത്താവ് ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മതത്തെ വസ്തുവാണ് ഇവിടെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Surrounded
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോട് വിശ്വസ്തയോടുകൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗകര്യത്താലും പരിശുദ്ധാത്മാലവനങ്ങളാലും അവിടെ ഞങ്ങളെ സമ്പന്നരാക്കട്ടെ. ദിവസവിശ്വാസം എപ്പോഴും ഞങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ ഞങ്ങൾ തുടരായിരിക്കട്ടെ. മാനസികവും ശാരീരികവും ആരോഗ്യവും ഭൗതികമായ ആശുപത്രിയും അവിടെ ഞങ്ങൾ ചൊല്ലട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ ഞങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്ത്രീകളിൽ ആരാധന സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. നിറതിരിപോൽ സ്നേഹം നൽകും അഭയം നീ കരുണാമയനേ.
ഇത് പ്രതിമാരുടെ അവയെ സംരക്ഷിക്കുന്നതിനെ കാത്തോളൂ. ഗ്രാമത്തെ സഹായം സ്വാർത്ഥമായ സമർപ്പണത്തിലോടുള്ളേക്കാത്ത പരിപാടിക്കട്ടെ. പരിശുദ്ധാത്മാകാലയമായ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരമായ സജീവമായ ദൈവത്തിന് സമർപ്പിക്കുക. ഈ പുതാശാലങ്ങളെ ശക്തരാക്കട്ടെ. സൗഭാഗ്യത്തെ പ്രാർത്ഥനകൾക്കായ നിങ്ങളുടെ കുടുംബാകട്ടെ. നിങ്ങളുടെ ജീവിതം അവകാശമാക്കുകയും നിങ്ങളുടെ ആശയം പ്രതീക്ഷമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം വ്യത്യസ്തമായിട്ടുള്ള മറ്റു സുഹൃത്തുക്കൾ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വകീയമായ കൃത്യതയെ സമർപ്പിക്കുന്നവരാകട്ടെ. ഈ തിരുമത്തിൽ പങ്കാളികളാകുന്ന ആശീർവദിക്കട്ടെ. എപ്പോഴും എപ്പോഴും On the highway, oh, I could stay on with you. We're perfectly alone.
കല്യാണ ചെറുക്കനും പെണ്ണിനും മധുരം വെച്ചോട്ടെ. കിട്ടില്ല. കല്യാണ ചെറുക്കനും പെണ്ണിനും മധുരം വെച്ചോട്ടെ. കിട്ടും. लबों से बोल न पाऊं कि तुझको कितना मैं चाहूं, तुझसे आंखें मिलाऊं, आज करूं क्या सपने वो सारे जो कल तक ख्वाब थे मेरे,
अधूरे साजन मेरे राहें अब तू ही बता दे, कैसे मिले जो नैन हमारे दो। तेरे बिना सोने नजारे, नजरों को ये क्या हुआ रे, हूँ मैं जैसे तेरे हवाले। लफ्जों में क्या ही छुपाऊं, छुपने में खुद से लगा हूँ। पूछो जो मैं तेरा हुआ हूँ, कैसे बताऊं हैरतों में पूछते जो तू मेरा क्या, मैं राज कहूँ क्या वो। हैरतों में पूछते जो तू मेरा क्या, मैं राज कहूँ क्या वो। बातें अब सारी कम है, साथी जो तू हर दम है, कहते जो हम हर लम्हे, लगते अब वो भी कम है। तेरे संग सारे बहारे जो बरसों से थे न हमारे, हूँ मैं जैसे तेरे हवाले। जो ये मुझे कचरी है, लगे वो भी तेरी सभी है, सब कहे तू नहीं है, कैसे नहीं है। हैरतों में पूछते जो तू मेरा क्या, मैं राज कहूँ क्या वो। हैरतों में पूछते जो तू मेरा क्या, मैं राज कहूँ क्या वो। मैं राज कहूँ क्या वो। मुझको इतना बताए कोई, कैसे तुझसे दिल ना लगाए कोई। रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं। പവിഴ മഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ദൂരെ ഒരു മഴവില്ലിൻ നേഴാം വർണ്ണം പോൽ, തൂവൽ കവിളിനയിൽ നിൻ മായാലാവണ്യം. सदियों से भी लंबी है मन की अमावस्या है, और तू फुलझड़ियों वाले त्योहारों जैसी चंदा भी दीवाना है तेरा, जलती है तुझसे सारी जगहों
കാലമാകുന്ന തോണിയിൽ നമ്മളിന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിൽ ഇന്നാകവേ പാവിഴ മഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനി മതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ Into
कस्तूरी सी है आदत तुम्हारी, लागे लगे ना ही छूटे छुड़ाए, पानी में जैसे घुलता नमक है मुझ में तू बस नजर नहीं आए, धागे बिना तुझसे रूह जुड़ गई है, ख्वाबों में भी है तेरी सिलसिलेदारियां, एक जैसा हाल तेरा मेरा, इश्क है मिसाल तेरा मेरा, बहने लगी है आज देखो रेतों पे भी कश्तियां, एक जैसा हाल तेरा मेरा, इश्क है मिसाल तेरा मेरा, सजने लगी हजारों ख्वाबों से खाली थी जो कभी पलकों की बस्तियां। ഒരു നാളിതാ പുലരുന്നു മേലെ, കനവായിരം തെളിയുന്നു താനെ, പുഴയായി നാം അലയുന്ന പോലെ, ചിരി തേടി വഴി ദൂരെ ദൂരെ, सोए कहाँ ले आया जी, दिल ये हवा में उड़ने लगे हैं हुआ पराया जी, आधे हैं जागे आधे हैं सोए कहाँ ले आया जी, जब से तू